ഇത്രയും നാൾ ഇവളെ കാണാനും എടുക്കാനും വീട്ടിൽ കയറാനും സ്കൂളിൽ കയറാനും ഉള്ള അവസരങ്ങൾ നോക്കി നടന്ന അയാളുടെ സ്നേഹമെല്ലാം ഇപ്പൊ എവിടെ പോയി? അതോ ഇതൊക്കെ അഭിനയമായിരുന്നു? ഒന്നുമല്ല, എനിക്കറിയാം എന്താന്നുള്ളത്. ആ താര കല്യാണത്തെ കുറിച്ച് പറയാതിരുന്നത് കൊണ്ട് എന്റെ മോളോട് സ്നേഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ കല്യാണം നടക്കുന്ന ഉറപ്പായതോടെ ആരും അയാൾക്ക് വേണ്ടതായി. എനിക്കറിയായിരുന്നു കിരൺ, എല്ലാം ഇങ്ങനെയൊക്കെ അങ്ങ് അവസാനിക്കുമെന്ന്. അതൊന്നും അറിയാതെ ഇവള എപ്പോഴെപ്പോഴും അച്ഛ അച്ഛന്ന് വിളിച്ച് അയാളുടെ മുന്നിൽ പോയി നിന്നു കൊടുക്കുന്നത്. നോക്കിക്കോ, എന്റെ മോളെ ഞാൻ എല്ലാം പറഞ്ഞു മനസ്സിലാക്കും. ഇവളൊരിക്കലും ആരും ഇല്ലാത്തവളായിട്ടൊന്നും പോവില്ല. ഞാനുണ്ട് എന്റെ മോക്ക്. എനിക്കറിയാം ഇവളെങ്ങനെ വളർത്തണമെന്ന്. ആരും വേണ്ട, ഞങ്ങൾക്ക് ആരും വേണ്ട. വാ മോളെ. ചേച്ചി, ഇങ്ങനെ വിഷമിക്കല്ലേ. ചേട്ടൻ മനഃപൂർവ്വം ഒന്നും പറയാതിരിക്കുന്നതല്ല. ചേട്ടന്റെ സിറ്റുവേഷൻ അതായിരിക്കും. എന്താ സത്യമൊന്നും നമുക്കറിയില്ലല്ലോ. ഇതെല്ലാം ആ താര ചെയ്തു വെക്കുന്ന പണിയാ. താരയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടല്ലേ? പക്ഷെ അയാളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ഉറപ്പുമില്ല അല്ലേ? സത്യം എന്താണെന്ന് അറിയില്ല എന്ന് മാത്രം അല്ലേ? എന്റെ മോള് ഈ ലോകത്ത് മറ്റാരേക്കാള് സ്നേഹിക്കുന്നത് അവളുടെ അച്ഛനാണെന്ന് എനിക്കറിയാം. ഒരക്ഷരം പോലും മിണ്ടാൻ പറ്റാത്ത എന്റെ കുഞ്ഞ് അയാളുടെ മുമ്പിൽ നിന്ന് കരഞ്ഞ് എത്ര കഷ്ടപ്പെട്ട എല്ലാം ചോദിച്ചത്. കണ്ടു നിന്ന എല്ലാവരുടെയും കണ്ണു നിറഞ്ഞില്ലേ? ഒരിത്തിരി മനസാക്ഷി ഉണ്ടായിരുന്നെങ്കിൽ അയാള് എന്തെങ്കിലും ഒന്നും പറയില്ലായിരുന്നോ? താര എന്നെ എത്ര ദ്രോഹിച്ചാലും ഞാനത് സഹിക്കും ദുർഗ. ശത്രുക്കളെ ദ്രോഹിക്കുന്നത് നമുക്ക് ക്ഷമിക്കാൻ ദുർഗ. കാരണം അവര് നമ്മുടെ ശത്രുക്കളാ. പക്ഷെ ഇതെനിക്ക് സഹിക്കാൻ പറ്റില്ല, മറക്കാനും.